സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് അസ്യൂസ് സെൻഫോൺ ഗോ Z00VD ഇതിൻ്റെ ചാർജിങ് കംപ്ലയിൻറ്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ചാർജിങ് കംപ്ലയിൻറ്റിൽ ഏതൊക്കെ കമ്പോണൻ്റാണ് സ്ഥിരമായിട്ട് കംപ്ലയിൻറ്റ് വരാറുള്ളത്, ഇതിന് എങ്ങനെയൊക്കെയാണ് ജമ്പർ കൊടുക്കാൻ സാധിക്കുക, എങ്ങനെയാണ് ഇതിൻ്റെ വോൾട്ടേജുകൾ ചെക്ക് ചെയ്യാൻ സാധിക്കുക, ചാർജിങ് സെക്ഷനെക്കുറിച്ചിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഇതിൻ്റെ ചാർജിങ് കണക്ടർ. ഇതിന് 5 ലെഗുകളാണുള്ളത്. ഇതിൽ ഈ സൈഡിലത്തെ ഫസ്റ്റിലത്തെ ലെഗാണ് നെഗറ്റീവ്, ഈ സൈഡിലത്തെ അവസാനത്തെ ലെഗാണ് പോസിറ്റീവ്. ഇതിൻ്റെ കണക്ഷൻ കയറുന്നത് ഈ സൈഡിലേക്കാണ്. ഈ സൈഡിൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ടാവും. ഈ കപ്പാസിറ്ററിൻ്റെ ഈ സൈഡിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൊട്ടും കറണ്ട് വരാൻ പാടില്ല, ഇവിടെ വോൾട്ടേജ് കാണിക്കാൻ പാടില്ല. ഇവിടെ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഈ കപ്പാസിറ്റർ ഷോർട്ട് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നൊരു ഈ കപ്പാസിറ്റർ റിമൂവ് ചെയ്യുക. ഇത് ഫിൽറ്റർ ചെയ്യാൻ വെച്ചേക്കുന്ന ഒരു കപ്പാസിറ്ററാണ്. ഇവിടുന്ന് നേരെ ഈ വോൾട്ടേജ് നേരെ കയറുന്നത് ഈ കണക്ടറിലേക്കാണ്. ഈ കണക്ടറിൽ ഈ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ 5ാമത്തെ കണക്ഷനിലേക്കാണ് ഈ ലൈൻ കയറുന്നത്. ഇങ്ങനെ നോക്കിയാൽ തന്നെ ഏകദേശം അറിയാൻ പറ്റും 5ാമത്തെ കണക്ഷനിലേക്കാണ് കയറുന്നത്. ഇത് ഒരു സ്ട്രിപ്പ് വഴി, ഇതേ ഈ കാണുന്ന സ്ട്രിപ്പ് വഴി ആണ് ഇങ്ങോട്ട് ബോർഡിലേക്ക് വരുന്നത്. അപ്പം ഈ സ്ട്രിപ്പിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊരില്ല, അതിൻ്റേതായ വിഷയം കാണിക്കും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ബോർഡിലേക്ക് കയറുന്നത് എങ്ങോട്ടാണെന്ന് ഞാൻ പറയാം. ഈ സ്ട്രിപ്പ് വഴി കയറേണ്ടത് ഇങ്ങോട്ടാണ്. വോൾട്ടേജ് വി ചാർജ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടാകും ബോർഡിൽ. ഇവിടെയാണ് 5 വോൾട്ടേജ് കയറേണ്ടത്. 5 വോൾട്ടേജ് കയറിയേച്ച് ഈ ചാർജിങ് സെക്ഷനിൽ കൂടെ ഔട്ട്പുട്ട് വരേണ്ടത് ഇവിടെ ഈ ഡിസ്പ്ലേ കണക്ടറിൻ്റെ ഭാഗത്താണ്. ഇവിടെ ഒരു ഡയോഡ് വെച്ചിട്ടുണ്ട്, ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 3ൻ്റെയും താഴെ ഭാഗത്ത് നിങ്ങൾക്ക് ഏകദേശം 3 വോൾട്ടേജ് കാണിക്കണം. ബാറ്ററി ഇടുമ്പോൾ 3 ബാറ്ററി ഇട്ട് ചാർജ് ചെയ്യുമ്പോൾ 3.9 വോൾട്ടേജ് കാണിക്കണം. ഡയോഡിൻ്റെ താഴെ ഭാഗം കപ്പാസിറ്റർ, ഔട്ട്പുട്ട് കപ്പാസിറ്ററാണിത്. ഔട്ട്പുട്ട് കപ്പാസിറ്ററിൻ്റെ അടിഭാഗത്ത് ഈ പറയുന്ന 3 വോൾട്ടേജ് കാണിക്കണം. മുകളിൽ കാണിക്കരുത്. മുകളിൽ കാണിക്കുന്നുണ്ടെന്നൊരിയിൽ എവിടെയോ സെക്ഷനിൽ എവിടെയെങ്കിലും ഷോർട്ടിങ് ആയിരിക്കും. അങ്ങനെയാണെന്നൊരിയിൽ കാണിക്കുകയല്ല. ഇവിടെ 3 വോൾട്ടേജ് കാണിക്കുകയല്ല, അത് കുറവേ കാണിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോണിൽ ചാർജ് ആകത്തില്ല, എവിടെയോ ഷോർട്ടിങ് ഉണ്ട്. അതാണ് ഈ കപ്പാസിറ്റർ. ഈ കപ്പാസിറ്ററും ആകാൻ മേലഴികയില്ല. പിന്നെ ഇതിനടുത്തിരിക്കുന്ന ഒരു വലിയ റെസിസ്റ്ററുണ്ട്. ഈ റെസിസ്റ്ററിൻ്റെ മുകളിലും താഴെയും 3 വോൾട്ടേജാണ് കാണിക്കേണ്ടത്. ഫോണ് ഡെഡായി വന്നു കഴിഞ്ഞാൽ ഷോർട്ടിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് ഷോർട്ടിംഗ് ഒന്നും ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഈ ചാർജിങ്ങിൻ്റെ ഭാഗം. ചാർജിങ് കറക്റ്റായിട്ട് വന്നാലേ ഈ ബാറ്ററി ചാർജ് ആവുകയും ബാറ്ററിയിൽ കറക്റ്റ് വോൾട്ടേജ് വരികയും ഫോൺ ഓൺ ആവുകയും ചെയ്യുള്ളൂ. അപ്പോൾ ചാർജിങ്ങിൻ്റെ പ്രോബ്ലം ചെക്ക് ചെയ്യണം. അതിന് നിങ്ങൾ ആദ്യം ഇവിടെ 5 വോൾട്ട് വരുന്നുണ്ടെന്ന് നോക്കുക. അല്ലെങ്കിൽ ഈ ബോർഡിൽ എവിടെയെങ്കിലും ചാർജിങ് സെക്ഷനിൽ എന്നതെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ 5 വോൾട്ട് വന്നാലും വരുന്നതായിട്ട് കാണിക്കുകയില്ല, മീറ്ററെ കാണിക്കുകയില്ല. അത് എർത്തായിട്ട് പോകും, ഗ്രൗണ്ടായിട്ട് പോകും. അപ്പം നിങ്ങൾ ഈ സ്ട്രിപ്പ് ഒന്ന് പിടിപ്പിച്ചേച്ച് ഈ ഭാഗത്ത് ഏതാണ്, ഈ ചെറിയ ബോർഡിനാണോ കംപ്ലയിൻ്റ് ഉള്ളത് അതോ ഈ വലിയ ബോർഡിനാണോ മദർ ബോർഡിനാണോ എന്നുള്ള കാര്യം നോക്കണം. ഇതിനാണോ ഷൂട്ടിംഗ് എന്ന് നോക്കണം. ഇതാണെന്നൊരു നമുക്ക് ഇച്ചിരി കൂടെ ഈസി ആയിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിനാന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് കമ്പോണൻസേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് ഏതാണെന്ന് ഈ സ്ട്രിപ്പ് പിടിപ്പിച്ച് അതിൻ്റെ ചാർജിങ് സെക്ഷൻ്റെ ഷൂട്ടിങ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചാർജിങ് ഇതുമായിട്ട് കണക്ട് ചെയ്താൽ ചാർജ് കയറുന്നുണ്ടെങ്കിൽ അന്നേരം ഈ വൈബ്രേറ്റർ ഓട്ടോമാറ്റിക്കായിട്ടൊന്ന് അനങ്ങും. പിന്നെ വന്നേച്ച് നിങ്ങൾക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 വോൾട്ടേജിന് പകരം ഇവിടെ 3.9 വോൾട്ടേജ് കാണിക്കാൻ തുടങ്ങും. ഈ റെസിസ്റ്ററിൻ്റെ അടിയിലും ഈ കപ്പാസിറ്ററിൻ്റെ അടിയിലും ഈ ഡയോഡിൻ്റെ അടിയിലും ഈ ബാറ്ററി കോൺടാക്റ്റിലും അങ്ങനെയാണ് കാണിക്കുക. ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ. ഇവിടെയും അങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ അഥവാ കാണിക്കുന്നില്ലെന്നൊരിയിൽ നിങ്ങൾ ആദ്യം ഈ ഔട്ട്പുട്ടിൽ വെച്ചേക്കുന്ന 3 കമ്പോണൻറ്റും കറക്റ്റാണോ എന്ന് നോക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം ഈ ചാർജിങ് കണക്ടർ തന്നെയാണ്. ചാർജിങ് കണക്ടറിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചാർജിങ് കണക്ടർ മാറുക. ചാർജിങ് കണക്ടറാണ് ഏറ്റവും കൂടുതൽ, അതായത് ഒരു 80% കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്ന സാധനം. ചാർജിങ് കണക്ടർ എപ്പോഴും ഒരു ശ്രദ്ധ അതിൽ കൊടുക്കുക.
അഥവാ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നതല്ല, അത് പൊട്ടിയതാണെന്ന രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വോൾട്ടേജ് 3 വോൾട്ടേജ് ബാറ്ററി ഇടാതെ കണ്ട് 3 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ചാർജർ കുത്തിവെച്ച് കിട്ടുന്നുണ്ടെന്ന രീതിയിൽ നിങ്ങൾക്ക് ഏകദേശം കണക്കാക്കാവുന്നതാണ്. ഈ ബോർഡിന് വലിയ കുഴപ്പമൊന്നുമില്ല, ഡിസ്പ്ലേയുടെ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ബോർഡിന് എന്നതിലും കുഴപ്പമുണ്ട്, ചാർജിങ് സെക്ഷൻ എന്നതിലും കുഴപ്പമുണ്ടെന്ന രീതിയിൽ ഈ ബാറ്ററി ഇടാതെ കണ്ട് ഇതിൻ്റെ ചൂട്ടിൽ 3 വോൾട്ടേജ് വരാൻ സാധ്യതയില്ല. പിന്നെ ബാറ്ററി ഇട്ടുകൊണ്ട് 4 വോൾട്ടേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഫുള്ള് കൺഫേം ആക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്നതിലും ഡൗട്ടുള്ളവരെ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.